وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമുക്കോരോരുത്തർക്കും ഈ ലോകത്ത് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ആയുഷ്കാലം എപ്പോൾ, ഏത് സന്ദർഭത്തിൽ, എവിടെ വെച്ച് അവസാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു അറിവുമില്ലാത്തവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഈ ലോക ജീവിതത്തിനപ്പുറം പരലോക ജീവിതമുണ്ട് എന്നും അവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൃത്യമായ കണക്കുകൾ ബോധിപ്പിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ചിന്ത നിലനിർത്തിക്കൊണ്ട് ഇവിടെയുള്ള നമ്മുടെ ജീവിതം പരമാവധി അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സെപ്റ്റംബർ 5 നമ്മുടെ നാട്ടിലൊക്കെ ദേശീയ അധ്യാപക ദിനമായിട്ടാണ് ആചരിക്കുന്നത്. നമ്മുടെ കലണ്ടറുകളിൽ ഈ രൂപത്തിലുള്ള പല ദിവസങ്ങളുമുണ്ട്. സംസ്ഥാന തലത്തിലും രാജ്യതലത്തിലും ലോകതലത്തിലുമൊക്കെ ആചരിക്കപ്പെടുന്ന വ്യത്യസ്തങ്ങളായ ദിവസങ്ങൾ. ഈ ദിവസങ്ങൾ ഓരോന്നും ആ ദിനങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയവുമായി ബന്ധപ്പെട്ട ചില സന്ദേശങ്ങൾ നമ്മെ ഉണർത്തുകയും തര്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആ രൂപത്തിൽ ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെയുള്ള ദിനങ്ങളൊക്കെ ആചരിക്കുന്നത്. അധ്യാപക ദിനം ആചരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ, വിശ്വാസികൾ എന്നുള്ള നിലക്ക്, വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികൾ എന്നുള്ള നിലക്ക് നമുക്ക് ചില ആശയങ്ങൾ ഉൾക്കൊള്ളുവാനും ചില പാഠങ്ങൾ കൃത്യമായി ജീവിതത്തിലേക്ക് പകർത്തുവാനും മറ്റുള്ളവർക്ക് മാതൃകയാകാനുമുണ്ട്. നമുക്ക് ആവശ്യമായ അറിവ് പകർന്നു തരിക, കേവലം എഴുത്തും വായനക്കും അപ്പുറം കൃത്യമായ ജീവിതം പഠിക്കുകയും ജീവിത മൂല്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഏത് കാലഘട്ടത്തിലെ ഭരണകൂടങ്ങളാണെങ്കിലും മറ്റു സംവിധാനങ്ങളാണെങ്കിലുമൊക്കെ ആളുകൾക്ക് വിദ്യ പകർന്ന് നൽകുന്നതിന് ഏറെ പ്രാധാന്യം നൽകുകയും അതിനുവേണ്ടി നമ്മുടെ സമ്പത്തിൻ്റെ വലിയ ഒരു വിഹിതം മാറ്റിവെക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്ര അധ്യാപനങ്ങൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലം പഠന വിധേയമാക്കുമ്പോൾ, ഈ രൂപത്തിൽ അറിവ് നേടുവാനും അറിവിനെ കൈമാറുവാനും അങ്ങനെയുള്ള ഒരു മേഖലക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യവും ഇസ്ലാമിക കാലഘട്ടത്തിൽ ആ രംഗത്തുണ്ടായ അതിശക്തമായ മുന്നോട്ടു പോക്കുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് അവൻ്റെ ജീവിതത്തിൽ അവൻ എപ്പോഴും ഒരു പഠിതാവായിരിക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കേൾപ്പിക്കുന്നത്. കാര്യങ്ങൾ അറിയുന്നതിനോട്, അത് ഉൾക്കൊള്ളുന്നതിനോട്, അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനോട് എപ്പോഴും താല്പര്യമുള്ളവനായിരിക്കണം ഒരു മുസ്ലിം. അതിന് വിപരീതമായി അറിവുകൾ നേടുന്നത്, അത് മതപരമായതാകട്ടെ
ഭൗതികമായതാകട്ടെ വിജ്ഞാനങ്ങൾ നേടുന്നതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം മനോഭാവം വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. വിജ്ഞാനവുമായി ബന്ധപ്പെട്ട 4-5 ഘടകങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറയുന്നത് വലാ തകുൻ ഖാമിസൻ, 5ാമത് ഒരു മനോഭാവമുള്ള വ്യക്തിയായി നീ മാറരുത്. ഒന്നുകിൽ നീ പഠിതാവാകുക, അല്ലെങ്കിൽ അധ്യാപകനാകുക, വിജ്ഞാനത്തെ സ്നേഹിക്കുക, വിജ്ഞാനത്തിനു വേണ്ടി ചെലവഴിക്കുക, വിജ്ഞാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ നിലകൊള്ളുന്നതിനപ്പുറം ഇതിന് വിപരീതമായിരിക്കുന്ന ഒരു സമീപനവും ശൈലിയും വിശ്വാസി സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പ്രവാചകൻ അറിയിക്കുന്നത്. ഇപ്പോൾ മതപരമായി തന്നെ നമ്മുടെ ഈമാനിലേക്ക് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ തന്നെ ഏറെ പ്രാധാന്യമുള്ള, ഒന്നുകൂടി വ്യക്തമാക്കിയാൽ നമ്മുടെ ഈമാൻ, നാം ഉൾക്കൊണ്ടിരിക്കുന്ന മതം, അതിൻ്റെ കൂടുതൽ വശങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, അത് നിത്യ ജീവിതത്തിൽ പകർത്തി ജീവിക്കണമെങ്കിൽ എപ്പോഴും വിജ്ഞാനത്തോട് അടങ്ങാത്ത ആഗ്രഹമുള്ളവനായിട്ടായിരിക്കണം ഒരു മുസ്ലിം വളരേണ്ടത് എന്നുള്ളതാണ്. ഇനി അങ്ങനെ ഒരു അധ്യാപകൻ്റെ റോളിൽ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ റോളിൽ ജീവിക്കുന്ന മുസ്ലിം അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം? ഇന്ന് ലോകത്ത് ഒരുപാട് അധ്യാപകന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അധ്യാപനം എന്ന് പറയുന്നത് വെറും ഒരു ജീവിതോപാധിയായി മാത്രം സ്വീകരിച്ചവർ അല്ല, അതിലൂടെ തൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ, ആയുഷ്കാലത്ത് നല്ല ഒരു ജോലി ലഭിച്ചു, ഒരു ഡെസിഗ്നേഷൻ ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി സമീപിക്കുന്നവർ, ഇങ്ങനെയൊക്കെ ഈ മേഖലയുമായി ബന്ധപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഒരു മുസ്ലിം അവൻ റോൾ മോഡലായിരിക്കുന്ന അധ്യാപകനായിരിക്കണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ദീർഘമായ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടില്ല, വലിയ വലിയ ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടില്ല. പക്ഷെ പ്രവാചകൻ ലോകത്തിൻ്റെ ഗുരുവായി തീർന്നു. തൻ്റെ കൂടെ ജീവിച്ചിരുന്ന അനുയായികൾക്ക് കൃത്യമായ മാതൃകയുള്ള അധ്യാപകനായിട്ടായിരുന്നു പ്രവാചകൻ കഴിഞ്ഞുപോയത്. എങ്ങനെയാണ് പ്രവാചകൻ അവരെ കാര്യങ്ങൾ പഠിപ്പിച്ചത്? എന്താണോ താൻ ആഗ്രഹിക്കുന്നത്, എന്താണോ നന്മയായി മൂല്യമായി അള്ളാഹു തനിക്ക് നൽകിയിരിക്കുന്ന ബോധനം, അതിൻ്റെ ജീവിക്കുന്ന മാതൃകയായി തീർന്നു പ്രവാചകൻ എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ 23 വർഷക്കാലം കൊണ്ട്, വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തീർത്തും അധാർമികതയിൽ മാത്രം ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് ഇനി ഒരു കാലത്തും ഒരു സമൂഹത്തിനും മറികടക്കാൻ കഴിയാത്ത വിധം ഉന്നതമായ മൂല്യങ്ങളുടെയും മാതൃകകളുടെയും ഉടമകളാക്കി അവരെ വാർത്തെടുത്തത്. അപ്പോൾ ഒരു വിശ്വാസി ജീവിക്കുന്ന മാതൃകയായി തീരുക എന്നുള്ളതാണ്. ഇന്ന് ആളുകൾ മറ്റുള്ളവരെ അനുകരിക്കാൻ കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന കാലമാണ്. റീൽസിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിയിലൂടെയുമൊക്കെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തികളെയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സമൂഹമാണ്. അങ്ങനെ ഫോളോ ചെയ്യുന്ന സമൂഹത്തിന് എന്തുണ്ട് ഇവരിൽ മാതൃക, അല്ലെങ്കിൽ എന്ത് കണ്ടുകൊണ്ടാണ് ഇവർ ആ ആളുകളെ, വ്യക്തികളെ പിന്തുടരുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അതിന് കൃത്യമായ ഉത്തരങ്ങൾ ഉണ്ടാകാറില്ല. എങ്കിൽ അങ്ങനെയുള്ള ഒരു പിന്തുടരൽ അല്ല മതം ആഗ്രഹിക്കുന്നത്. മറിച്ച് തൻ്റെ ജീവിതം കൃത്യമായ നന്മയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ജീവിത ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് താൻ നിർവഹിക്കേണ്ട ബാധ്യതകൾ ഓരോന്നും സാന്ദർഭികമായി പൂർത്തീകരിച്ചുകൊണ്ട്
ജീവിക്കുന്ന ഒരു മുസ്ലിമായി തീരുവാൻ, ഒരു മനുഷ്യനായി തീരുവാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള പിന്തുടരലിലൂടെ ഓരോ വ്യക്തിയോടും ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി പിന്തുടരപ്പെടുന്നുണ്ട് എങ്കിൽ, ഒരു ഗുരുവായി ഒരുത്തൻ സ്വീകരിക്കപ്പെടുന്നുണ്ട് എങ്കിൽ ആ ഗുരുവിൽ കൃത്യമായ മാതൃകകൾ ഉണ്ടാകണം. അത് നൈമിഷികമായ ജീവിതത്തിലെ അടിച്ചുപൊളികളും ഭൗതിക ജീവിതത്തോടുള്ള അതിശക്തമായ ഇഷ്ടം പ്രകടിപ്പിക്കലോ മറ്റോ അല്ല. അതൊന്നും വേണ്ട എന്നല്ല, അതിനൊക്കെ ചില പരിധികളുണ്ട്. അതിനപ്പുറം താൻ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നതിലൂടെ തനിക്കും തൻ്റെ സമൂഹത്തിനും പരിസ്ഥിതിക്കും ഒരു നിലക്കുമുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയില്ല, എന്നിലൂടെ നന്മകൾ മാത്രമേ പുറത്തു വരികയുള്ളൂ എന്ന ഉറച്ച നിശ്ചയത്തോടുകൂടെ ആയിരിക്കണം ജീവിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ ആളുകൾക്ക് തന്നെ കൃത്യമായി പിന്തുടരുവാനും താൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും അത് സ്വീകരിച്ചാൽ പ്രയാസങ്ങളില്ലാതെ ജീവിക്കുവാനും സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ നിയോഗത്തെ പറ്റി പ്രസ്താവിക്കുന്നത് ഈ രൂപത്തിലാണ്: ഇന്നല്ലാഹ ലം യബ്അസനി മുഅനിതൻ വലാ മുതഅന്നിതൻ. അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നത് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവനോ മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്നവനോ ആയിട്ടല്ല. വലാകിൻ ബഅസനി മുഅല്ലിമൻ മുയസ്സിറൻ. കാര്യങ്ങൾ ആളുകൾക്ക് എളുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന, ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന, എളുപ്പമുണ്ടാക്കുന്ന ഒരു അധ്യാപകനായിട്ടാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്നാണ്. വളരെ കൃത്യമാണ് സമൂഹത്തിൽ ഈ റോളിൽ നിലകൊള്ളുന്ന ആളുകളുടെ ഡ്യൂട്ടി എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 23 വർഷം എന്ന് പറയുന്ന ചുരുങ്ങിയ കാലം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു എളുപ്പം നൽകുന്നവനായി, ആളുകൾക്ക് എല്ലാ അർത്ഥത്തിലും ഏത് സന്ദർഭത്തിലും ഏത് തലങ്ങളിലും കൃത്യമായി അനുധാവനം ചെയ്യാൻ കഴിയുന്ന ജീവിത ശൈലി അദ്ദേഹം നമുക്ക് കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കുമുള്ള ഗുരു എന്നുള്ള റോൾ മോഡലിലേക്ക് വരികയും ചെയ്തത്. വിശുദ്ധ ഖുർആനിനെ പിന്തുടരുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്ന ഓരോ മുസ്ലിമിൻ്റെയും ജീവിതം ഈ രൂപത്തിലായിരിക്കണമെന്നുള്ളതാണ്. സമൂഹത്തിൽ നന്മകൾ നിലനിർത്തുവാൻ, തിന്മകളോട് ഒരു നിലക്കും യോജിക്കാതെ ധാർമ്മികമായിരിക്കുന്ന മൂല്യങ്ങളും ബോധങ്ങളും പകർന്ന് നൽകിക്കൊണ്ട് ജീവിക്കാനാകണം നമുക്ക് സാധിക്കേണ്ടത്. ആ രൂപത്തിൽ കാര്യങ്ങളെ സമീപിക്കുകയും വിജ്ഞാനം നേടിക്കൊണ്ട്, അറിവ് നേടിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുൻപേ നടക്കുന്നവരായി ആളുകൾ മാറേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. കുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ആളുകളും അറിവ് ഇല്ലാത്ത ആളുകളും സമമാകുമോ എന്നുള്ളതാണ് ആ ചോദ്യം. ഇവിടെ അറിവ് എന്നതിന് വെറും മതപരമായിരിക്കുന്ന പരിധികൾ മാത്രം നാം നിശ്ചയിക്കേണ്ടതില്ല. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ടെക്നോളജിയെക്കുറിച്ചും ഓരോ പുതിയ അറിവിൻ്റെ മേഖലകളെക്കുറിച്ചും അറ്റ്ലീസ്റ്റ് ഒരു സാമാന്യ ബോധമെങ്കിലും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ കാര്യങ്ങളെ വിജ്ഞാനപ്രദമായി സമീപിക്കുന്നവനും അതല്ല ഇതിനോടൊക്കെ പുറംതിരിഞ്ഞ് നടക്കുന്നവനും ഒരിക്കലും സമമാകുകയില്ല എന്നുള്ളതാണ്. അടുത്ത ഒരു ചോദ്യം ഖുർആൻ ചോദിക്കുന്നത് കുൽ ഹൽ യസ്തവിൽ അഅ്മാ വൽ ബസീർ.
അം ഹൽ യസ്തവിൽ ളുലുമാതു വന്നൂർ. കാര്യങ്ങളെ ഉൾക്കാഴ്ചയോടുകൂടെ മനസ്സാന്നിധ്യത്തോടുകൂടെ സമീപിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവനും അതല്ല ഒന്നും കണ്ടില്ല എന്ന് വെച്ച് നടിക്കുന്ന ആളുകളും സമമാകുമോ? അം ഹൽ യസ്തവിൽ ളുലുമാതു വന്നൂർ. ഇരുട്ടും പ്രകാശവും സമമാകുമോ? ഈ ചോദ്യങ്ങളൊക്കെ ഒരു വിശ്വാസിയുടെ മനസ്സ് ഏത് രൂപത്തിലാണ് ക്രമീകരിക്കേണ്ടത് എന്നും വിജ്ഞാനങ്ങൾ നേടുന്നതുമായി ബന്ധപ്പെട്ടും അത് സ്വജീവിതത്തിൽ പകർത്തി ആളുകൾക്ക് മാതൃകയാകേണ്ടടുത്ത് അവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്കുമാണ് സൂചനകൾ നൽകുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന രണ്ട് ഗുരുക്കളുണ്ട്. ഒന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വളരെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി സ്വന്തം ജീവിതം അതിനനുസരിച്ച് ക്രമീകരിക്കുന്നതിന് പകരം അദ്ദേഹം പഠിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അദ്ദേഹത്തിൽ മാതൃകയില്ലാത്തതുമായ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പറയുകയും അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു രംഗം. പ്രവാചകന്റെ ഭൗതിക ശരീരത്തിനോ ആ ശരീരത്തിലെ അവശിഷ്ടങ്ങൾക്കോ യാതൊരു തരത്തിലുമുള്ള അങ്ങനെയുള്ള ആത്മീയമായ സ്ഥാനവും മാനവും മതം നൽകിയിട്ടില്ല. പക്ഷെ ആ പ്രവാചകൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചിലതൊക്കെ എവിടെന്നെങ്കിലും കൊണ്ടുവരികയും ആളുകളുടെ വിശ്വാസത്തെയും സമ്പത്തിനെയും ചൂഷണം ചെയ്യുകയും ചെയ്തുകൊണ്ട് പ്രവാചകനെ കൂടുതൽ സമൂഹത്തിൽ അവഹേളിക്കുന്ന നിന്ദിക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ. ഇത് യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹമല്ല. പ്രവാചകൻ എന്ന് പറയുന്ന ഗുരുവിനെ ആദരിക്കലോ ബഹുമാനിക്കലോ അല്ല, മറിച്ച് ആളുകൾക്ക് മുമ്പിൽ ആ ഗുരുവിനെ അവഹേളിക്കലാകുന്നു. മറ്റൊന്ന്, കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്നത് ഒരു കാലത്ത് കേരള ജനതകൾക്കിടയിലുണ്ടായിരുന്ന അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരെ, ഉച്ച നീചത്വങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ച ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ, അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാർ എന്ന് അവകാശപ്പെട്ട് ആ പേരും സ്ഥാനവും ഒക്കെ ഉപയോഗപ്പെടുത്തി സമൂഹത്തിൽ എപ്പോഴും ഛിദ്രതകൾ ഉണ്ടാക്കുവാനും അധാർമിക പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുവാനും ചെയ്യുന്ന ആളുകൾ, അവർ നടത്തുന്ന സമീപനങ്ങളും അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഭരണാധികാരികളും, ഇത് രണ്ടും യഥാർത്ഥത്തിൽ സമൂഹത്തിന് തെറ്റായ സന്ദേശങ്ങളാണ് നൽകുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ആത്മീയമായ ചൂഷണമാണ് എങ്കിൽ മറ്റൊന്ന് രാഷ്ട്രീയമായിരിക്കുന്ന ചൂഷണമാണ്. ഇത് രണ്ടും ഒരുപോലെ ഒരു സമൂഹത്തെ അധപ്പതനത്തിലേക്ക്, നാശത്തിലേക്ക് നയിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ചുരുക്കത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി റോൾ മോഡലായി തീരേണ്ടത്, ഒരു മുസ്ലിം വിജ്ഞാനത്തോടും അധ്യാപകൻ എന്നുള്ള സംഗതികളോടൊക്കെ സമീപിക്കേണ്ടത് തനിക്കും തൻ്റെ സമൂഹത്തിനും താൻ ജീവിക്കുന്ന പരിസ്ഥിതിക്കും എല്ലാ അർത്ഥത്തിലും നന്മകൾ വരുത്തുന്നവനും നന്മകൾക്ക് നേതൃത്വം വഹിക്കുന്നവനുമായിട്ടായിരിക്കണം. നാം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുക, ആദരിക്കുക, സ്നേഹിക്കുക എന്ന പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു മാസത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസമൊക്കെ നമ്മുടെ ചുറ്റുപാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ കാട്ടിക്കൂട്ടുന്ന പല ഏർപ്പാടുകളുമുണ്ട്. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മതത്തിൽ ഒരു വ്യക്തിയുടെ ജനനത്തിനോ അല്ലെങ്കിൽ ജനന ദിവസത്തിനോ മരണ ദിവസത്തിനോ യാതൊരു തരത്തിലുമുള്ള പ്രാധാന്യവുമില്ല എന്നുള്ളതാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ നമ്മൾ പഠിക്കുക. വലിയ ബുദ്ധിയോ ചിന്തയോ ഒന്നും നമുക്ക് ആവശ്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും പിന്തുടരേണ്ടതാണ്, സ്നേഹിക്കേണ്ടതാണ്, ആദരിക്കേണ്ടതാണ്, ബഹുമാനിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ പ്രവാചകന്റെ ജീവിതം ആദ്യം മുതൽ അവസാനം വരെ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ മനുഷ്യന്റെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നിടത്ത് പോലുമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മര്യാദ എന്തായിരുന്നു, മാതൃകകൾ എന്തായിരുന്നു എന്നുവരെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ബാത്റൂമിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ, ടോയ്ലറ്റിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലുന്നത്, തിരച്ചിറങ്ങുമ്പോൾ പ്രാർത്ഥനകൾ ചൊല്ലുന്നത്, മറ്റു മര്യാദകളൊക്കെ നമ്മൾ അവിടെ പാലിക്കുന്നത് ആ പ്രവാചകന്റെ മാതൃകയുള്ളത് കൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള സമയത്ത് എങ്ങനെയായിരുന്നു അനുചരന്മാർ ജീവിച്ചിരുന്നത് എന്നതൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കപ്പെട്ടതുകൊണ്ടാണ്. എന്നാൽ അങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ എവിടെയെങ്കിലും റബീഉൽ അവ്വലിന് എന്തെങ്കിലും ചില പ്രത്യേകതകൾ കാണുകയോ ആ റബീഉൽ അവ്വലിലെ ഏതെങ്കിലും ചില ദിവസങ്ങൾ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ് എന്ന് ഉൾക്കൊള്ളുകയും അതിന് ചില പ്രവർത്തനങ്ങളോ ആരാധനകളോ നിർവഹിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആനിലില്ല, ഹദീസുകളിലില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് എവിടെയും ആ രൂപത്തിലുള്ള അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധ്യമല്ല. ഒരു വ്യക്തിയെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, ഒരു വ്യക്തിയെ എങ്ങനെയാണ് പിന്തുടരേണ്ടത് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ, പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അത് വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാര്യമാണോ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത്, അത് കൃത്യമായി നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ വിരോധിച്ചിരിക്കുന്നത്, അത് പൂർണ്ണമായും നിങ്ങൾ വെടിയുക, അതിൽ നിന്ന് അകന്ന് ജീവിക്കുക. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക, അദ്ദേഹത്തെ പിന്തുടരുക, അദ്ദേഹത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അതല്ലാതെ പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുക, പ്രവാചകൻ വിരോധിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് ഏതെങ്കിലും ചില ദിവസങ്ങളിൽ എന്തെങ്കിലും പാടുകയോ പറയുകയോ തിന്നുകയോ ചെയ്യുക, ഇതല്ല പ്രവാചക സ്നേഹം, പ്രവാചകനെ ഇത്തിബാ ചെയ്യുക എന്നുള്ളത്. നോക്കിയ ഒരു മനുഷ്യൻ രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം വീണ്ടും ഉറക്കിലേക്ക് പോകുന്നത് വരെ അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭവും ഏത് രൂപത്തിലായിരിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ചാടി വീണ് എഴുന്നേറ്റ് പോകുന്ന ഒരു ശൈലിയല്ല നബി പഠിപ്പിച്ചത്. വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് ശരീരത്തിന് ആയാസം നൽകിക്കൊണ്ട് സാവകാശം എഴുന്നേറ്റിരിക്കണം, അവിടെ പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഓരോ ചെറുതും വലുതുമായ ഓരോ അനക്കങ്ങൾ അടക്കം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിക്കുക, ആ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്ന പ്രവാചകന്റെ ചര്യ എത്ര കണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. ഇന്ന് രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോഴേ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ എത്ര പേര് എഴുന്നേറ്റു? ബാത്റൂമിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചു, നമ്മൾ എത്ര പേര് പ്രാർത്ഥിച്ചു? വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചു, നമ്മൾ എത്ര പേര് പ്രാർത്ഥിച്ചു? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചു, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ. ഇങ്ങനെ നോക്കിയ ജീവിതത്തിന്റെ എല്ലാ മേഖലകളുമായി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര കണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഈ പ്രാർത്ഥനകൾ പിന്തുടരുന്നുണ്ട്? നമുക്ക് പ്രവാചക സ്നേഹമുണ്ടോ? മനുഷ്യർക്കിടയിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ മക്കളും തമ്മിൽ എങ്ങനെയായിരിക്കണം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, അയൽവാസികളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം, നമ്മുടെ ജോലി സ്ഥലത്ത് തൊഴിലാളി മുതലാളി
മേലുദ്യോഗസ്ഥൻ, ഇങ്ങനെ ഓരോ മേഖലയിലും നമ്മുടെ ഇടപാടുകളും നമ്മുടെ ബന്ധങ്ങളും എങ്ങനെയായിരിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഇതൊക്കെ കൃത്യമായി നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ കുടുംബങ്ങൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാണോ അല്ലെങ്കിൽ അവിടെ പ്രയാസങ്ങൾ ഉള്ളതാണോ? കുടുംബജീവിത രംഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? സാമ്പത്തികമായ നമ്മുടെ ഇടപാടുകൾ വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് തന്നെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് സാമ്പത്തിക രംഗത്ത്, ആ ഇടപാട് രംഗത്ത് നമ്മൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചാണ്. അത് എത്ര കണ്ട് നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ട്? ആ രംഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? ഇങ്ങനെയാണ് പ്രവാചകൻ സ്നേഹത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. അതല്ലാതെ വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ചെയ്താൽ ജീവിതകാലം മുഴുവനും പ്രവാചകനെ സ്നേഹിച്ചു എന്ന് അവകാശപ്പെടുന്നത് അത് തികഞ്ഞ വിഡ്ഢിത്തമാണ്. മറ്റു വ്യക്തികളിൽ നിന്നും മറ്റു നേതാക്കന്മാരിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യതിരിക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ കൃത്യമായി പിന്തുടരുന്ന ആളുകൾക്ക് വേണ്ടി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള പ്രവാചക സ്നേഹം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, ആ പ്രവാചകൻ പഠിപ്പിച്ചതിന് ജീവിതത്തിൽ കൃത്യമായി നിലനിർത്തുക. പലിശ പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ലോട്ടറി എടുക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. മോശമായി പെരുമാറരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. കളവ് പറയരുത് എന്നും പ്രവാചകൻ പഠിപ്പിച്ചു. ഇതൊക്കെ എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? വമാ നഹാകും അൻഹു ഫൻതഹു, ആ പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ എത്ര കണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്? എവിടെയാണ് നമ്മളും പ്രവാചക സ്നേഹവും പ്രവാചകനെ ഇത്തിബാ ചെയ്യലുമൊക്കെ നിലകൊള്ളുന്നത്? അപ്പൊ ഈ പറഞ്ഞ മര്യാദകളൊന്നുമില്ലാതെ എന്തെങ്കിലും ചെയ്തു കൂട്ടിയാൽ അത് പ്രവാചക സ്നേഹമല്ല. ഇനി ഇങ്ങനെ ഒരു പ്രവാചക സ്നേഹം അത് പ്രവാചകന്റെ കാലത്തോ സ്വഹാബികളുടെ കാലത്തോ ഇസ്ലാമിക ആദ്യകാലത്തോ ഹിജ്റ 300 വർഷം കഴിയുന്നത് വരെയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് മനസ്സിലാക്കാൻ നമ്മൾ കൂടുതലായി ചിന്തിക്കൊന്നും വേണ്ട. ഈ പറഞ്ഞത് നേർ വിപരീതമാണ്. ചില ദിവസങ്ങളിൽ എന്തെങ്കിലും കാട്ടുന്നതാണ് പ്രവാചക സ്നേഹം എന്ന് പറയുന്ന ആളുകൾ അവരുടെ പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച ദിവസങ്ങൾ വായിക്കുന്ന ഖുതുബയുണ്ട്. ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് നടത്തിയിരിക്കുന്ന ഖുതുബകളുടെ സമാഹാരം അതാണ് ഓരോ വെള്ളിയാഴ്ചയും ഡേറ്റ് നോക്കി മാസം നോക്കി അങ്ങനെ വായിക്കാറുള്ളത്. റബിയുൽ അവ്വലിൽ 5 ഖുതുബകളാണ് ആ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ ഖുതുബകളിൽ എവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെക്കുറിച്ച് പറയുന്നില്ല. മറിച്ച് ആ 5 ഖുതുബകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അൽ ഖുതുബത്തുൽ ഊല ഫി ഷഹ്രി റബീഉൽ അവ്വൽ യദ്കുറു ഫീഹാ വഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വലിലെ 1ാമത്തെ ഖുതുബ അതിൽ പറയുന്നത് വഫാത്തുൻ നബിയാണ്, പ്രവാചകന്റെ മരണമാണ്. 2ാമത്തെ ഖുതുബയിലും അതാണ്. 3ാമത്തെ ഖുതുബ തസറുഫു സമാൻ വൽ മീആദ്, കാലങ്ങൾ കഴിഞ്ഞു പോകുന്ന ആയുസ് കഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് അള്ളാഹുലേക്കുള്ള മടക്കത്തെ കുറിച്ചാണ് പറയുന്നത്. 4ാമത്തെ ഖുതുബ പറയുന്ന അദ്ദുനിയാ വ തസറുഫു സമാൻ വൽ ഖിയാമ, ദുനിയാവിലെ ഐഹികമായ ജീവിതം, നശ്വരമായ ജീവിതം, കാലം കഴിഞ്ഞു പോകുന്നത് ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 5ാമത്തെ ഖുതുബ അൽ മൗത്ത് വൽ മീആദ്, മരണവും അള്ളാഹുവിലേക്കുള്ള മടക്കവുമാണ്. ഇതിലെവിടെ ഒരു ജന്മദിനം പറയുന്നത്? ഇതിലെവിടെ ഒരു ജന്മദിനത്തെ കുറിച്ച് പറയുന്നത്? പ്രവാചക ജന്മദിനത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നുവെങ്കിൽ അത് വെള്ളിയാഴ്ച ഖുതുബകളിലൂടെ ആളുകളെ കേൾപ്പിക്കേണ്ട വിഷയമില്ലേ? അതെങ്ങനെയാണ് ആ ഹുബ്, ആ ജന്മദിനം ആഘോഷിക്കേണ്ടത്, അതിനെ സമീപിക്കേണ്ടത് എന്നുള്ളത് അതിൻ്റെ ഷർത്തും ഫർളൊക്കെ പഠിപ്പിക്കേണ്ട രംഗമല്ലേ മിഹ്റാബ് വെള്ളിയാഴ്ച ഖുതുബ എന്ന് പറയുന്നത്? പക്ഷേ അങ്ങനെയുള്ള ആളുകൾ പറയുന്ന ഖുതുബയിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പരാമർശവും കാണുകയില്ല. മാത്രവുമല്ല, അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 10-നാണ്, 11-നാണ്, 12-നാണ് എന്നുള്ളതൊന്നും മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു അഭിപ്രായ ഏകോപനവും ഇല്ലാത്ത സംഗതിയാണ്. റബീഉൽ അവ്വൽ മാസത്തിലേ അല്ല പ്രവാചകൻ ജനിച്ചത് എന്ന് പോലും
പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ പ്രവാചകന്റെ ജനന തീയതിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിലും ഒരു കാര്യത്തിൽ അവർ ഏകോപിച്ചിട്ടുണ്ട്. അതെന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് റബീഉൽ അവ്വലിലാണ് എന്ന്. അവിടെ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ ഖുത്ബകളിൽ പോലും 5 ഖുത്ബകളിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ച് പറയുന്നത്. ആളുകളെ ആ രൂപത്തിൽ മരണചിന്തയിലുള്ളാക്കുകയും ജീവിതം ആ രൂപത്തിൽ കെട്ടിപ്പടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നത്. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള പ്രവാചക സ്നേഹത്തിനോ മൗലീദ് ആഘോഷത്തിനോ ഇസ്ലാമിക അധ്യാപനങ്ങളുമായി യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ്. ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവൻ്റെ അവസ്ഥ അവൻ മതത്തിന് പുറത്താണ് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളില്ലാത്ത ഒരു സംഗതി, അത് പ്രവാചക സ്നേഹം പറഞ്ഞിട്ടാകട്ടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാകട്ടെ മതത്തിൽ ചെയ്യുകയാണ് എങ്കിൽ അവൻ പ്രവാചകന് എതിര് പ്രവർത്തിച്ചവനാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കേൾപ്പിക്കുന്നത്. അവനുള്ള സങ്കേതമാകട്ടെ അത് നരകവുമാണ്. മതത്തിൽ നമുക്ക് പുണ്യമായി നാം ചെയ്യണമെങ്കിൽ പുണ്യം എന്ന് നമ്മൾ മാത്രം നിശ്ചയിച്ചാൽ പോരാ. അതിന് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അനുമതി ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ സുബഹ് നമസ്കാരം നമ്മൾ 2 റക്അത്ത് നമസ്കരിക്കുന്നത്. നല്ല തണുപ്പുള്ള മഴയുള്ള ഒരു ദിവസം, ഏതായാലും ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ച് ഞാൻ എഴുന്നേറ്റല്ലോ, നമസ്കാരമല്ലേ, നല്ലതല്ലേ, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി 2 റക്അത്തുള്ള സുബഹ് 3 റക്അത്തോ 4 റക്അത്തോ നമസ്കരിച്ചാൽ എന്താണ് അവസ്ഥ? അത് അള്ളാഹു സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, കടുത്ത ശിക്ഷ അവന് ലഭിക്കുകയും ചെയ്യും. ഇതേ ഒരു സമീപനം തന്നെയാണ്, ഇതേ അടിസ്ഥാനം തന്നെയാണ് മതത്തിൽ പുണ്യം അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ബാധകമായത്. ഇപ്പം മതപരമായിരിക്കുന്ന നമ്മുടെ ജീവിതം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതും ഇത്തിബാ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള അടിസ്ഥാന കാര്യങ്ങൾ കൃത്യമായി നാം പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്നുള്ളതിന് കൃത്യമായി മതപ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടെ നമുക്ക് അതിനെ ബോധ്യപ്പെടുത്തുവാനും സാധിക്കേണ്ടതുണ്ട്. നാം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അടുത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്ന ഈ പ്രദേശത്തുകാരനായ ബഹുമാനനായ ബഷീർ സാഹിബ്, അദ്ദേഹത്തിന് അള്ളാഹു എല്ലാ അർത്ഥത്തിലുമുള്ള മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമിക്കുവാനുള്ള, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുവാനുള്ള മാനസികമായ ഈമാനികമായ ശക്തി അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സഹോദരൻ ഷഫീഖ് സാഹിബിൻ്റെ മകൻ വലിയ ഒരു ശസ്ത്രക്രിയക്ക് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ആ സഹോദരൻ്റെ രോഗത്തെ അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പരിഹരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ നന്മകളും പൂർണ്ണ പ്രതിഫലത്തോടുകൂടെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മെ മുൻകഴിഞ്ഞിരിക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരങ്ങൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും ഭാവിയിൽ വരാനിരിക്കുന്ന നമ്മുടെയും ഖബറുകളെ അള്ളാഹു നന്മകൾ നിറഞ്ഞതാക്കി തീർക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായ കടബാധ്യതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ അവരുടെ ബാധ്യതകളിൽ നിന്ന് മുക്തമാകുവാനുള്ള മാർഗം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിന്നാ വൽ അംവാത്ത്. റബ്ബനാ അജ്ർനാ മിനന്നാർ, റബ്ബനാ അജ്ർനാ മിനന്നാർ, റബ്ബനാ അജ്ർനാ വ അജ്റു വാലിദീന മിനന്നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ
വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു അലാ നബിയിൽ കരീം.